അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ തൻ്റെ വചനം അയച്ച് അവരെ വിടുവിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇന്ന് പകൽ നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ വിടുവിക്കുവാൻ മനസ്സുണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് തൻ്റെ വചനം കൊണ്ടാണ്. തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. എത്ര ശൂന്യമായ ജീവിതമാണെങ്കിലും, എത്ര വലിയ തകർച്ചയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും, നിങ്ങളെ വിടുവിപ്പാൻ ദൈവത്തിന് മനസ്സുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും വിടുവിക്കുന്നത് തൻ്റെ വചനം കൊണ്ടാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടി പാഴും ശൂന്യമായി തീർന്നപ്പോൾ, പാഴായി തീർന്ന ശൂന്യമായി തീർന്ന ഭൂമിയെ വീണ്ടും പുതുക്കി പണിയുവാൻ ദൈവം അയച്ചത് വചനമാണ്. ദൈവം തൻ്റെ പണി ആരംഭിച്ചത് വചനം കൊണ്ടാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായ ഒന്നാം ദിവസം. പ്രിയപ്പെട്ടവരെ, പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ദൈവം പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആ പണി ആരംഭിച്ചത് വചനം കൊണ്ടാണ്. എന്നാൽ ഒന്നാമത്തെ ദിവസത്തെ നോക്കി ദൈവം പറഞ്ഞു, ഇത് നല്ലതാണ്, ഈ പണി മനോഹരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദൈവം ഇതിനെ നല്ലതെന്നാണ് കാണുന്നത്. പിന്നെയും ദൈവം തൻ്റെ വചനം അയച്ചു. വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ എന്നാണ് ദൈവം പറഞ്ഞത്. ഉണങ്ങിയ നിലം കാണട്ടെ എന്നാണ് ദൈവം പറഞ്ഞത്. ദൈവം തൻ്റെ വചനം അയക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശൂന്യതകളുടെ നടുവിൽ വചനത്തിന് ചില പ്രവൃത്തി ചെയ്യാനുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വചനം കൊണ്ട് നിറച്ചാൽ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കും. വചനം നിങ്ങളുടെ ശൂന്യതകളെ പണിയും. അതെ, ആ പണിക്കൊരു പൂർത്തീകരണമുണ്ട്. വചനം നിങ്ങളുടെ അകത്ത് നിറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു ദൈവിക പദ്ധതിയുണ്ട്, അതിനൊരു പൂർത്തീകരണമുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. നാം എല്ലാവരും മാനിക്കപ്പെടണമെന്നാണ്. കഷ്ടതയിൽ തുടരണമെന്നല്ല, കഷ്ടതയുടെ നടുവിലും ആശ്വാസം പ്രാപിക്കണമെന്നും പ്രത്യാശയാൽ നിറയണമെന്നും കഷ്ടതയ്ക്കപ്പുറമുള്ള നിത്യജീവനെ മുറുകെ പിടിക്കണമെന്നുമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ വചനം അയച്ച് നമ്മെ വിടുവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന വചനമെല്ലാം അത് നിങ്ങളുടെ അകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് ഹൃദയത്തിൽ ഇടം നൽകുക. വചനം നിറച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശൂന്യതകൾ മാറാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.